നമ്മൾ നോക്കുന്നത് ഒരു പ്രീവിയസ് ചോദ്യവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ്. അപ്പം ആദ്യത്തെ ചോദ്യം നോക്കിയേ. ഇറ്റ് ഡാഷ് ഫോർ ദ ലാസ്റ്റ് 3 days. ഇറ്റ് ഡാഷ് ഫോർ ദ ലാസ്റ്റ് 3 days. ഓപ്ഷനില് ഹാസ് ബീൻ റെയിനിങ് ഓപ്ഷനിലുണ്ട്, അതുപോലെ ഈസ് റെയിനിങ് ഓപ്ഷനിലുണ്ട്, ഹാസ് റെയിൻഡ് ഓപ്ഷനിലുണ്ട്, അതുപോലെ റെയിൻസ് ഓപ്ഷനിലുണ്ട്. ഏതൊക്കെയാണുള്ളത്? ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് ഉണ്ട്, ഈസ് റെയിനിങ് ഉണ്ട്, ഹാസ് റെയിൻഡ് ഉണ്ട്, റെയിൻസ് ഉണ്ട്. ശ്രദ്ധിക്കുക, തന്നിരിക്കുന്ന ചോദ്യത്തില് തന്നിരിക്കുന്ന ചോദ്യങ്ങളില് എന്ത് വന്നിട്ടുണ്ടെന്ന് നോക്കാം. 4 നോക്കുക. 4 വന്നിരിക്കുന്നത് കൊണ്ട് തന്നിരിക്കുന്ന ചോദ്യത്തില് 4 വന്നിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പഠിക്കുക സിൻസ് അല്ലെങ്കിൽ 4 വരുന്ന സെന്റൻസുകളില് ഉത്തരം എന്തായിരിക്കും? ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ പ്ലസ് ing ആയിരിക്കും ഉത്തരം. ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ പ്ലസ് ing. ഇപ്പൊ സിൻസ് 4 വരുന്ന സെന്റൻസുകളില് ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ പ്ലസ് ing ഉത്തരമായിട്ട് വരും. നോക്ക്, ഇവിടെ നമുക്ക് 4 വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഉത്തരം എന്ത് കിട്ടുന്നു? എ ഓപ്ഷൻ ആയിട്ടുള്ള ഹാസ് ബീൻ റെയിനിങ് ഉത്തരമായിട്ട് വരുന്നു. രണ്ടാമത്തെ ചോദ്യം നോക്കിയേ. രാജു ഡാഷ് പ്ലേയിങ് ഫുട്ബോൾ. രാജു ഡാഷ് പ്ലേയിങ് ഫുട്ബോൾ. വിൽ ഓപ്ഷനിലുണ്ട്, ക്യാൻ ഓപ്ഷനിലുണ്ട്, ആർ ഓപ്ഷനിലുണ്ട്, അതുപോലെ ഈസ് ഓപ്ഷനിലുണ്ട്. നോക്കിയേ, രാജു എന്ന് പറയുന്ന സബ്ജക്റ്റ് സിംഗുലാർ ആണ്. അതുകൊണ്ട് തന്നെ തുടർന്ന് വരുന്ന വെർബ് എന്തായിരിക്കണം? സിംഗുലാർ ആയിരിക്കണം. വിൽ എന്ന് പറയുന്നത് സിംഗുലാറായും പ്ലൂറലായും ഉപയോഗിക്കാം. ക്യാൻ എന്ന് പറയുന്നത് സിംഗുലാറുമായിട്ട് ഉപയോഗിക്കാം, പ്ലൂറലായിട്ട് ഉപയോഗിക്കാം. ആർ എന്ന് പറയുന്നത് പ്ലൂറൽ മാത്രമാണ്, അതുകൊണ്ട് ആറ് നമുക്ക് വരില്ല, ആറ് വെട്ടിക്കളയാം. ഈസ് എന്ന് പറയുന്നത് സിംഗുലാർ ആണ്. ഇനി നോക്കിയേ, നമ്മൾ വെർബ് നോക്കുക. വെർബ് ഏതാണ് കിടക്കുന്നത്? പ്ലേയിങ്, ing വെർബാണ്. അപ്പൊ ക്യാനും വില്ലും കഴിഞ്ഞാൽ, അതായത് മൊഡാൽ ഓക്സിലറി വെർബ് ഏത് കഴിഞ്ഞാലും തുടർന്ന് വരുന്ന വെർബ് V1 ആയിരിക്കും. എന്നാ ഈസ്, ആം, ആറ്, വാസ് വേറെ കഴിഞ്ഞാൽ ഉത്തരം എന്തായിരിക്കണം? ing ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഉത്തരം ഏത് വരുന്നോടെ? ഈസ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. രാജു സിംഗുലാർ ആണ്, പ്ലേയിങ് എന്ന് പറയുന്ന വെർബ് ing ആയതുകൊണ്ട് ഈസ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. മൂന്നാമത്തെ ചോദ്യം. ഗോ ഫാസ്റ്റ് ലെസ്റ്റ് യു ഡാഷ് മിസ് ദ ട്രെയിൻ. മൂന്നാമത്തെ ചോദ്യം. ഗോ ഫാസ്റ്റ് ലെസ്റ്റ് യു ഡാഷ് മിസ് ദ ട്രെയിൻ. വിൽ ഓപ്ഷനിലുണ്ട്, ഷാൾ ഓപ്ഷനിലുണ്ട്, വുഡ് ഉണ്ട്, അതുപോലെ എന്ത് ചെയ്യുന്നു? ഷുഡ് ഉണ്ട്. സി ഓപ്ഷൻ ഷുഡ്, ഡി ഓപ്ഷൻ വുഡ്. പഠിക്കുക, എന്ത് ചെയ്യുന്നുണ്ട്? ലെസ്റ്റ് വരുന്ന സെന്റൻസുകളിൽ ലെസ്റ്റിനോടൊപ്പം ചേരുന്ന ഓക്സിലറി ഏതാണെന്ന് ചോദിച്ചാൽ ഷുഡ് ആണ്. ലെസ്റ്റിനോടൊപ്പം ചേരുന്ന ഓക്സിലറി ഏതാണെന്ന് വെച്ചാൽ അതൊന്ന് പറയുക. ഷുഡ് ഉത്തരമായിട്ട് വരുന്നു. ലെസ്റ്റ് പ്ലസ് ഷുഡ്. ലെസ്റ്റ് ഒരു ഭാഗത്ത്, സെന്റൻസിന്റെ ആദ്യ ഭാഗത്ത് ലെസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ തുടർന്ന് വരുന്ന ഓക്സിലറി ഷുഡ് മാത്രമായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ ഏത് വരുന്നു? സി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. സി ഓപ്ഷൻ അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഓർമ്മയിലിരിക്കുക, ലെസ്റ്റിനോടൊപ്പം വരുന്ന ഓക്സിലറി വെർബ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷുഡ്. ചോദ്യത്തിൽ നോക്ക്, ലെസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ തുടർന്ന് ഷുഡ് ഉപയോഗിക്കാം. അടുത്ത ചോദ്യം നോക്കിയേ. ദിസ് ജ്യൂസ് ഈസ് മെയ്ഡ് ഡാഷ് ഓറഞ്ചസ്. ദിസ് ജ്യൂസ് ഈസ് മെയ്ഡ് ഡാഷ് ഓറഞ്ചസ്. പഠിക്കേണ്ട കാര്യം ഇതാണ്. ഓപ്ഷനില് ഓഫ് ഉണ്ട്, അതുപോലെ ഫ്രം ഉണ്ട്, ഇൻ ഉണ്ട്, വിത്ത് ഉണ്ട്. മെയ്ഡ് എന്ന് പറയുന്ന വാക്കിനോടൊപ്പം നമുക്ക് രണ്ട് പ്രിപ്പോസിഷൻ ചേർക്കാം. ഒന്ന് ഓഫും ചേർക്കാം, അതുപോലെ മെയ്ഡിനോടൊപ്പം എന്തും ചേർക്കാം? മെയ്ഡിനോടൊപ്പം ഫ്രമും ചേർക്കാം. പഠിക്കുക, കാര്യം ഇതാണ്. മെയ്ഡ് ഓഫ് പറഞ്ഞാൽ വസ്തുവിന് രൂപമാറ്റം വരാതെ മറ്റൊരു വസ്തു ഉണ്ടാക്കിയാൽ മെയ്ഡ് ഓഫ് പറയുക. ഇപ്പൊ തടി കൊണ്ട് ഡെസ്ക് നിർമ്മിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് മെയ്ഡ് ഓഫ് വുഡ് എന്ന് പറയാം കേട്ടോ. വസ്തുവിന് രൂപമാറ്റം വരാതെ മറ്റൊരു വസ്തു ഉണ്ടാക്കിയാൽ മെയ്ഡ് ഓഫ് പറയുക. വസ്തുവിന് രൂപമാറ്റം വരുത്തിയാണ് മറ്റൊരു വസ്തു ഉണ്ടാക്കിയതെങ്കിൽ മെയ്ഡ് ഫ്രം പറയുക. ആ വസ്തുവിന്റെ രൂപം മാറി മറ്റൊരു വസ്തുവായി മാറിക്കഴിഞ്ഞാൽ മെയ്ഡ് ഫ്രം. വസ്തുവിന് രൂപം മാറ്റം വരാതെ മറ്റൊരു വസ്തു ഉണ്ടാക്കിയാൽ അതിന് പറയുന്നത് മെയ്ഡ് ഓഫ് ചേർത്തിട്ട് പറയുക. നമുക്ക് ഇവിടെ ഓറഞ്ചിൽ നിന്ന് ജ്യൂസ് ഉണ്ടാക്കി, വസ്തുവിന് രൂപമാറ്റം വരുത്തി മറ്റൊരു വസ്തു ഉണ്ടാക്കി. ഇപ്പൊ കണ്ടാൽ ഓറഞ്ച് പോലെ തോന്നുമോ? ഇല്ല. നമ്മൾ അതുകൊണ്ട് മെയ്ഡ് ഫ്രം പറയണം. മെയ്ഡ് ഫ്രം. ദിസ് ജ്യൂസ് ഈസ് മെയ്ഡ് ഫ്രം
ഓറഞ്ചസ്. ഓക്കെ, അപ്പൊ വസ്തുവിന് രൂപമാറ്റം വരുത്തി മറ്റൊരു വസ്തു ഉണ്ടാക്കിയാൽ മെയ്ഡ് ഫ്രം പറയണം, ഒന്നിൽ നിന്ന് മറ്റൊന്ന്. അല്ലേ, വസ്തുവിന് രൂപമാറ്റം വരാതെയാണ് മറ്റൊരു വസ്തു ഉണ്ടാക്കിയാൽ മെയ്ഡ് ഓഫ് പറയണം. അടുത്ത ചോദ്യം നോക്കിയേ. ഡാഷ് ഇറ്റ് റെയിൻസ്, കോമ ദ മോർ സീരിയസ് ദ പ്രോബ്ലംസ് ബിക്കം. ഓക്കെ, സെന്റൻസിന്റെ ആദ്യ ഭാഗത്ത് ഡാഷ് വന്നിരിക്കുന്നു, മറുഭാഗത്ത് ദ മോർ എന്ന കണ്ടീഷൻ വന്നിട്ടുണ്ട്. അതായത് തന്നിരിക്കുന്ന സെന്റൻസിന്റെ ഒരു ഭാഗം അല്ലെങ്കിൽ ആദ്യ ഭാഗം ദ പ്ലസ് കമ്പാരറ്റീവ് ഡിഗ്രി ആണെങ്കിൽ മറുഭാഗത്തും എന്ത് വരാം, ദ പ്ലസ് കമ്പാരറ്റീവ് ഡിഗ്രി ഉത്തരമായിട്ട് വരാം. സെന്റൻസിന്റെ ഒരു ഭാഗത്ത് ദ പ്ലസ് കമ്പാരറ്റീവ് ഡിഗ്രി ആണെങ്കിൽ അതിന്റെ മറുഭാഗത്തും എന്തുത്തരം, ദ പ്ലസ് കമ്പാരറ്റീവ് ഡിഗ്രി ഉത്തരമായിട്ട് വരാം. എങ്ങനെ നമുക്ക് കണ്ടെത്താൻ കമ്പാരറ്റീവ് ഡിഗ്രി ആണെന്ന്? ER-ൽ അവസാനിക്കുന്നതോ അല്ല എങ്കിൽ മോറിൽ തുടങ്ങുന്നതോ ആയിട്ടുള്ള വാക്കുകളാണ് കമ്പാരറ്റീവ് ഡിഗ്രി. ER-ൽ അവസാനിക്കുന്നതോ മോറിൽ തുടങ്ങുന്നതോ വാക്കുകൾ കമ്പാരറ്റീവ് ഡിഗ്രി. നമുക്ക് ഇവിടെ ദ മോർ ഇവിടെ തന്നിട്ടുണ്ട്, ദ പ്ലസ് കമ്പാരറ്റീവ് ഡിഗ്രി, ദ പ്ലസ് കമ്പാരറ്റീവ് ഡിഗ്രിക്ക് എക്സാമ്പിൾ ആണ്, ദ പ്ലസ് കമ്പാരറ്റീവ് ഡിഗ്രി ആണ്. ഇനി ആദ്യ ഭാഗം ഡാഷ് വന്നിരിക്കുന്നു, അവിടെ എന്ത് വരാം, ദ പ്ലസ് കമ്പാരറ്റീവ് ഡിഗ്രി വരാം. ലെസ് ഓപ്ഷനിലുണ്ട്, മോർ കമ്പാരറ്റീവ് ഡിഗ്രി ആണ്, ദ വന്നിട്ടില്ല അതുകൊണ്ട് വരില്ല. മോസ്റ്റ് സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ്, വരില്ല. ദ മോർ, അതുകൊണ്ട് ദ മോർ, മോർ എന്ന് പറയുന്ന കമ്പാരറ്റീവ് ഡിഗ്രി, ദ വന്നിരിക്കുന്നു അതുകൊണ്ട് ദ മോർ, ഡി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. അപ്പൊ സെന്റൻസിന്റെ തുടക്കത്തില് ദ പ്ലസ് കമ്പാരറ്റീവ് ഡിഗ്രി ഉണ്ടെങ്കിൽ മറുഭാഗത്തും എന്ത് ചേർക്കാം, ദ പ്ലസ് കമ്പാരറ്റീവ് ഡിഗ്രി ഉത്തരമായിട്ട് എഴുതാം, മറക്കരുത്. അടുത്ത ചോദ്യം നോക്കിയേ. ഡോണ്ട് ഡിസ്ട്രോയ് ഇറ്റ്, ഡോണ്ട് ഡിസ്ട്രോയ് ഇറ്റ് എന്തുപയോഗിക്കാനാണ്? ഒരു ക്വസ്റ്റ്യൻ ടാഗ് ഉപയോഗിക്കാനാണ് ചോദ്യം വന്നിരിക്കുന്നത്. അപ്പൊ ഡോണ്ടിൽ തുടങ്ങുന്ന സെന്റൻസുകൾ എല്ലാം എന്ത് സെന്റൻസ് ആണ്? ഇമ്പരേറ്റീവ് സെന്റൻസുകളാണ്. ഡോണ്ടിൽ തുടങ്ങുന്ന സെന്റൻസുകൾ എന്ത് സെന്റൻസ് ആണെന്ന് പറയാം? ഇമ്പരേറ്റീവ് സെന്റൻസ് ആണ്, ഇമ്പരേറ്റീവ് സെന്റൻസ്. ഇതിലെ ഇമ്പരേറ്റീവ് സെന്റൻസുകളുടെ ടാഗ് ഏതാണെന്ന് ചോദിച്ചാൽ വിൽ യു ടാഗ് ആയിട്ട് ഉപയോഗിക്കാം. ഇമ്പരേറ്റീവ് സെന്റൻസുകളുടെ കോമൺ ടാഗ് ആണ് വിൽ യു. അപ്പം വെർബിലോ അതുപോലെ പ്ലീസ് എന്ന് പറയുന്ന വാക്ക്, അതുപോലെ കൈൻഡ്ലി എന്ന് പറയുന്ന വാക്ക്, അതുപോലെ ബി എന്ന് പറയുന്ന വാക്ക്, അതുപോലെ ഡോണ്ട് മുതലായ വാക്ക് തുടങ്ങുന്ന സെന്റൻസുകളെല്ലാം ഇമ്പരേറ്റീവ് ആണ്. ഇതിന്റെ കോമൺ ടാഗ് ഏതാണ്? വിൽ യു ഉത്തരമായിട്ട് വരുന്നു. എന്ത് വരുന്നു? വിൽ യു നമുക്ക് അവിടെ ഉത്തരമായിട്ട് വരും. ഇവിടെ നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് വിൽ യു. അപ്പൊ നോക്ക, ഡോണ്ട് തുടങ്ങുന്ന സെന്റൻസ് ഏതാണ്? ഇമ്പരേറ്റീവ് ആണ്, അതുകൊണ്ട് ഉത്തരം ഏത് വരുന്നു? വിൽ യു ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. അഖിൽ വാസ് സ്റ്റാൻഡിങ് ഡാഷ് ദ ഗേറ്റ്. അഖിൽ വാസ് സ്റ്റാൻഡിങ് ഡാഷ് ദ ഗേറ്റ്. ഓർമ്മ നോക്കിയേ, സ്റ്റാൻഡിങ് ഡാഷ് ദ ഗേറ്റ് പ്രിപ്പോസിഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ബൈ ഓപ്ഷനിലുണ്ട്, അറ്റ് ഓപ്ഷനിലുണ്ട്, ഇന്നുണ്ട്, ഓണുണ്ട്. ഒരു കൃത്യ സ്ഥലത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്, കൃത്യ സ്ഥലങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അറ്റ് എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നു. കൃത്യ സ്ഥലങ്ങളാണെങ്കിൽ എന്ത് ഉപയോഗിച്ച് പറയാം? അറ്റ് എന്ന പ്രിപ്പോസിഷൻ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഉത്തരം ഏത് വരുന്നു? ബി ഓപ്ഷൻ ആയിട്ടുള്ള അറ്റ് ചേർത്തിട്ട് പറയുന്നു. സ്റ്റാൻഡിങ് അറ്റ് ദ ഗേറ്റ്, കൃത്യ സ്ഥലങ്ങളാണെങ്കിൽ അറ്റ് ചേർത്തിട്ട് പറയാം. അടുത്ത ചോദ്യം നോക്കിയേ. ഗീതു നോസ് തമിഴ് ആൻഡ് തെലുങ്കു ഡാഷ് മലയാളം. എന്ത് ചെയ്യുന്നു? ഇതും പ്രിപ്പോസിഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. എക്സെപ്റ്റ് ഓപ്ഷനിലുണ്ട്, ബിസൈഡ് ഓപ്ഷനിലുണ്ട്, ബെറ്റർ ഓപ്ഷനിലുണ്ട്, ബിസൈഡ്സ് ഉണ്ട്. അപ്പൊ നോക്കുക, ഓർമ്മയിലിരിക്കുക. എന്ത് ചെയ്യുന്നു? കൂടാതെ എന്ന അർത്ഥത്തില് ബിസൈഡ്സ് വരുന്നു. ബിസൈഡ്സ് എന്നത് ഉത്തരമായിട്ട് വരുന്നു. അപ്പൊ ബിസൈഡ്സിന്റെ പ്രത്യേകത ഓർമ്മിക്കുക. ബിസൈഡിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നൂടെ? ബിസൈഡ് മീൻസ് സമീപത്ത്, സൈഡ് ഓർമ്മയിലിരിക്കുക, സൈഡ്. ഈ സൈഡിന്റെ അർത്ഥം എന്താണ്? അടുത്ത് അല്ലെങ്കിൽ സമീപത്താണ്. അപ്പൊ ബിസൈഡ് എന്ന് പറഞ്ഞാൽ സമീപത്ത്. ബിസൈഡ്സ് മീൻസ്, ബിസൈഡ്സ് എന്ന് പറഞ്ഞാൽ ബിസൈഡ്സ് കൂടാതെ എന്ന അർത്ഥത്തില് വരുന്നു. കൂടാതെ, അത് കൂടാതെ. അപ്പൊ നമുക്ക് ഉത്തരം ഏത് വരുന്നു? ഡി ഓപ്ഷൻ ആയിട്ടുള്ള ബിസൈഡ്സ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. തന്നിരിക്കുന്ന വാട്ട് ഈസ് ദ പ്ലൂറൽ ഫോം ഓഫ് മീഡിയം. മീഡിയം എന്ന വാക്കിന്റെ പ്ലൂറൽ ഏതെന്നാണ്? മീഡിയം ഓപ്ഷനിലുണ്ട്, മീഡിയംസ് ഓപ്ഷനിലുണ്ട്, മീഡിയ ഓപ്ഷനിലുണ്ട്, മീഡിയേറ്റർ ഓപ്ഷനിലുണ്ട്. നമുക്ക് ഉത്തരമായിട്ട് വരുന്നത്, നിങ്ങൾ പഠിക്കുക, UM-ൽ അവസാനിക്കുന്ന ഒരു വാക്ക് തന്നാൽ അതിന്റെ പ്ലൂറൽ പറയാൻ പറഞ്ഞ UM മാറ്റിയിട്ട് അതിന്റെ സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കുക? A ആക്കി കൊടുക്കുക. അപ്പൊ UM-ൽ അവസാനിക്കുന്ന വാക്കുകളുടെ പ്ലൂറല് A-ൽ അവസാനിപ്പിച്ചാൽ UM മാറ്റിയിട്ട് A-ലാക്കുക. അപ്പൊ മീഡിയം, മീഡിയ, മെമ്മോറാണ്ടം, മെമ്മോറാണ്ട, സാനിറ്റോറിയം,
സാനിറ്റോറിയ, സിംബോസിയം, സിംബോസിയ, ഓക്കെ, ജിംനേഷ്യം, ജിംനേഷ്യ. UM അവസാനിക്കുന്ന വാക്കുകളുടെ പ്ലൂറല് UM മാറ്റുക, A എടുക്കുക. നോക്ക്, ഇവിടെ UM എടുത്തു കളഞ്ഞു, അതിന് പകരം ഏതിട്ടു? A ഇട്ടു. അപ്പം മീഡിയ ഉത്തരമായിട്ട് വരുന്നു. C ഓപ്ഷൻ ആയിട്ടുള്ള മീഡിയ അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. I will wait until I dash him. നോക്ക, will wait ആണ് തന്നിരിക്കുന്നത്. സെന്റൻസിന്റെ ഒരു ഭാഗം എന്താണെങ്കിൽ ഫ്യൂച്ചർ ആണെങ്കിൽ ഫ്യൂച്ചറിന്റെ ഏതെങ്കിലും ഒരു ടെൻസ് വന്നിട്ടുണ്ടെങ്കിൽ മറുഭാഗത്ത് സിമ്പിൾ പ്രസന്റ് ഉത്തരമായിട്ട് വരും. അപ്പൊ സെന്റൻസിന്റെ ഒരു ഭാഗം ഫ്യൂച്ചർ ടെൻസിനെ സൂചിപ്പിച്ച ഫ്യൂച്ചർ ടെൻസ് എന്ന് എങ്ങനെ മനസ്സിലാക്കാം? വില്ല് ഓർ ഷാൾ പ്ലസ് V1 ആണ് വരുന്നതെങ്കിൽ മറുഭാഗത്ത് V1ഓ എസ്സിൽ അവസാനിക്കുന്ന വെർബുകളോ ഉത്തരമായിട്ട് എഴുതാം. ഇവിടെ നോക്കിയാണ്ട് I ആണ് സബ്ജക്റ്റ് ആയിട്ട് കിടക്കുന്ന, C V1 ആണ് ഉത്തരമായിട്ട് വരുന്നു. saw V2 വരില്ല, will see വരില്ല, have seen വരില്ല. അതുകൊണ്ട് C അവിടെ ഉത്തരമായിട്ട് വരും. അപ്പൊ ഫ്യൂച്ചറിനെ സൂചിപ്പിക്കുന്ന വാക്കുകൾക്ക് ശേഷം തുടർന്ന് വരുന്ന ടെൻസ് സിമ്പിൾ പ്രസന്റ് ആയിരിക്കും. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. Every day I walk to office, but today I dash by bus. നോക്കുക, അവിടെ തന്നിരിക്കുന്ന ടെൻസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഗോ ഓപ്ഷനിലുണ്ട്, വെന്റ് ഓപ്ഷനിലുണ്ട്, ഗോയിങ് ഓപ്ഷനിലുണ്ട്, ആം ഗോയിങ് ഓപ്ഷനിലുണ്ട്. പഠിക്കുക, ടുഡേ എന്ന വാക്ക് വരുന്ന സെന്റൻസുകളില് ഈസ്, ആം, ആറ് പ്ലസ് ING ഉത്തരമായിരിക്കും. ടുഡേ വരുന്ന സെന്റൻസുകളില് ഈസ്, ആം, ആറ് പ്ലസ് ING ഉത്തരമായിട്ട് വരുന്നു. അതുകൊണ്ട് നമുക്ക് ഐയോടൊപ്പം എന്ത് ചേർത്ത് പറയാം? ആം പ്ലസ് ING. ഡി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. ഡി ഓപ്ഷൻ അവിടെ ഉത്തരമായിട്ട് വരുന്നു. അപ്പൊ ടുഡേ വരുന്ന സെന്റൻസുകളിൽ ഈസ്, ആം, ആറ് പ്ലസ് ING ഉത്തരമായിട്ട് വരാം. അടുത്ത ചോദ്യം നോക്കിയേ. I won't have you dash in my classroom. അപ്പൊ സ്മോക്കിംഗ് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഉത്തരമായിട്ട് വരുന്നു. അവിടെ won't have ഞാൻ അനുവദിക്കില്ല, എന്റെ ക്ലാസ്സിൽ സ്മോക്കിംഗ് അനുവദിക്കില്ല. ഇവിടെ സ്മോക്കിംഗ് എന്ന് പറയുന്നത് ജെറണ്ട് ആയിട്ട് വന്നിരിക്കുന്നു. അപ്പൊ ജെറണ്ട് ആയിട്ടുള്ള ING എന്ത് ചെയ്യുന്നു? V1നോടൊപ്പം ING ചേർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പറയുന്ന പേര് ജെറണ്ട് എന്ന് പറയുന്നു. ഒരു നൗൺ ഫോം ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നുണ്ട്, നമുക്ക് ജെറണ്ട് എന്ന് വിളിക്കാം. ഇവിടെ സ്മോക്കിംഗ് ആണ്. സ്മോക്കിംഗ് എന്റെ ക്ലാസ്സിൽ അനുവദിക്കില്ല എന്ന അർത്ഥത്തില് അവിടെ സ്മോക്കിംഗ് ഉത്തരമായിട്ട് വരുന്നു. അപ്പൊ വെർബിന്റെ V1നോടൊപ്പം ING ചേർത്ത് പറഞ്ഞാൽ അതിന് പറയുന്ന പേര് ജെറണ്ട് എന്നും പറയാം, അതുപോലെ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്നും പറയാം. എന്താണ് ജെറണ്ട്, എന്താണ് പ്രസന്റ് പാർട്ടിസിപ്പിൾ? രണ്ടും ING ആണെങ്കിൽ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. INGയിൽ വരുന്ന വാക്കിനെ ഒരു നൗണ് സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിച്ചാൽ അത് ജെറണ്ട്, INGയിൽ വരുന്ന വാക്കിനെ വെർബായിട്ട് ഉപയോഗിച്ചാൽ അത് പ്രസന്റ് പാർട്ടിസിപ്പിൾ. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ജെറണ്ട് ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്മോക്കിംഗ്, സിഗരറ്റ് വലി എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു. ഓക്കെ, അതുകൊണ്ട് അവിടെ ഉത്തരം ING വരുന്നു. അടുത്ത നോക്കിയേ. He is afraid dash spiders. പഠിക്കുക, afraid എന്ന് പറയുന്ന വാക്കിനോടൊപ്പം ഫിക്സഡ് ആർട്ടിക്കിൾ ആയിട്ടുള്ള ഓഫ് ചേർത്തിട്ട് പറയണം. afraid of. ഓപ്ഷൻ ഏത് വരുന്നു? 2 ഉണ്ട്, ഫ്രം 4 ഉണ്ട്, ഓഫ് ഉണ്ട്, ബൈ ഉണ്ട്. അഫ്രൈഡിനോടൊപ്പം ഏത് ചേർത്ത് പറയുക? അഫ്രൈഡ് ഓഫ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. അപ്പൊ അഫ്രൈഡ് എന്ന് പറയുന്ന വാക്കിനോടൊപ്പം ഫിക്സഡ് പ്രിപ്പോസിഷൻ ആയിട്ടുള്ള ഓഫ് ചേർത്തിട്ടാണ് പറയുന്നത്. അപ്പൊ അഫ്രൈഡ് ഓഫ് ഉത്തരമായിട്ട് വരുന്നു. അടുത്ത കണക്കുമായി ബന്ധപ്പെട്ട കണക്കിലെ 1-2 ചോദ്യങ്ങളാണ്. നോക്കിയേ, ക്ലോക്കുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, സമയം 11:20 ആണ്. സമയം 11:20 ആണെങ്കിൽ കണ്ണാടിയിലെ പ്രതിബിംബം എത്രയാണ്? ഇപ്പൊ പ്രതിബിംബത്തിന്റെ ഒരു ചോദ്യമാണ്. പഠിക്കുക, എന്ത് ചെയ്യുന്നൂടെ? പ്രതിബിംബത്തിന്റെ കണക്കുകളാണ് വരുന്നതെങ്കിൽ, കണ്ണാടിയിലെ പ്രതിബിംബം കാണാനുള്ള ചോദ്യങ്ങളാണ് വരുന്നതെങ്കിൽ നമ്മൾ നോക്കാം, സമയം 11 എന്ത് ചെയ്യുന്നൂടെ? അതായത് 11-ൽ കൂടുതലാണെങ്കിൽ, സമയം 11-ൽ കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യുക? നമ്മള് 23.60 നിന്ന് എന്ത് ചെയ്യുന്നൂടെ? സമയം കുറയ്ക്കണം. സമയം 11-ൽ കൂടുതലാണെങ്കിൽ തന്നിരിക്കുന്ന സമയം 23.60 നിന്ന് കുറച്ച് എഴുതുമ്പോൾ നമുക്ക് പ്രതിബിംബം കിട്ടും. എന്നാൽ സമയം 11-ൽ കുറവാണെങ്കിലോ? സമയം 11-ൽ കുറവാണെങ്കിൽ എന്ത് ചെയ്യുന്നു? 11.60 നിന്ന് കുറച്ചെഴുതുക. 11.60 നിന്ന് കുറച്ചെഴുതുക. പറഞ്ഞ കാര്യം ഒന്നും കൂടെ, സമയത്ത് അല്ലെങ്കിൽ പ്രതിബിംബവുമായി ബന്ധപ്പെട്ട് ക്ലോക്കിന്റെ ചോദ്യങ്ങളില്
പ്രതിബിംബവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുമ്പം നമ്മൾ തന്നിരിക്കുന്ന സമയം നോക്കുക. അത് 11ൽ കൂടുതലാണ് തന്നിരിക്കുന്നതെങ്കിൽ 23.60 നിന്ന് തന്നിരിക്കുന്ന സമയം കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? പ്രതിബിംബം കിട്ടുന്നു. ഇനി തന്നിരിക്കുന്ന സമയം 11ൽ കുറവാണെങ്കിൽ 11.60 നിന്ന് എന്ത് ചെയ്യുക? കുറച്ച് എഴുതുമ്പോഴത്തേക്കും, തന്നിരിക്കുന്ന സമയം കുറച്ച് എഴുതുമ്പോഴത്തേക്കും പ്രതിബിംബം കിട്ടുന്നു. ഇവിടെ തന്നിരിക്കുന്ന സമയം ഏതാണ്? 11:20 ആണ്. സമയം 11:20 ആണെങ്കിൽ കണ്ണാടിയിലെ പ്രതിബിംബം 11:20 എന്ന് പറഞ്ഞാൽ 11നേക്കാൾ കൂടുതലല്ലേ? അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക? 23.60 നിന്ന് എന്ത് കുറയ്ക്കുക? 11:20 കുറയ്ക്കുക. 11:20 കുറയ്ക്കുക. 11:20 കുറയ്ക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു? 0. 6ന്ന് 2 പോയി കഴിഞ്ഞാൽ എന്ത് കിട്ടുന്നു? 4. പിന്നെ അതേപോലെ 3ന്ന് 1 പോയാൽ എത്ര കിട്ടുന്നു? 2. പിന്നെ അതേപോലെ എന്ത് കിട്ടുന്നു? നമ്മുടെ എന്ത് ചെയ്യുന്നു? 2. പിന്നെ അതേപോലെ 2ന്ന് 1 പോയാൽ 1 കിട്ടുന്നു. നമുക്ക് ഉത്തരം എന്ത് കിട്ടുന്നു? 12:40. ഓപ്ഷൻ ഏത് കിടക്കുന്നു? 12:40. ബി ഓപ്ഷൻ ആയിട്ടുള്ള 12:40 നമുക്ക് ഉത്തരമായിട്ട് കിട്ടുന്നു. ബി ഓപ്ഷൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. 12:40 നമുക്ക് ഉത്തരമായിട്ട് വരുന്നു. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. ക്ലോക്കിലെ സമയം 7 ആണെങ്കിൽ കണ്ണാടിയിലെ പ്രതിബിംബം എത്രയാണ്? ക്ലോക്കിലെ സമയം 7 ആണെങ്കിൽ കണ്ണാടിയിലെ പ്രതിബിംബം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു 11ൽ കുറവാണെങ്കിൽ എന്ത് ചെയ്യാൻ പറഞ്ഞു? 11.60 നിന്ന് കുറയ്ക്കുക. നോക്ക് കുട്ടികളെ, അപ്പൊ നമ്മൾ 7 മണിയാണ് തന്നിരിക്കുന്നത്. ഇപ്പൊ 11.60 നമ്മൾ എഴുതി. 11.60. ഇപ്പൊ 7 മണി എന്ന് പറയുമ്പം 07.00 ഇതല്ലേ 7 മണി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ 6 അല്ലെങ്കിൽ 0ന്ന് 0 പോയാൽ 0, 6ന്ന് 0 പോയാൽ 6, പിന്നെ അതേപോലെ എന്ത് ചെയ്യുന്നു? 11ന്ന് 7 പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു? 4 കിട്ടുന്നു. അതായത് 4 മണിക്കൂറും 60 മിനിറ്റ്. 4 മണിക്കൂർ 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടേ? 60 മിനിറ്റ് എന്ന് പറയുന്നത് 1 മണിക്കൂറാണ്. അപ്പൊ 4 1 5, 5 മണി നമുക്ക് ഉത്തരമായിട്ട് കിട്ടുന്നു. ഏത് ഓപ്ഷൻ? എ ഓപ്ഷൻ ആയിട്ടുള്ള 5 മണി ഉത്തരമായിട്ട് കിട്ടുന്നു. മറക്കൂലല്ലോ. അപ്പൊ 5 മണി അവിടെ ഉത്തരമായിട്ട് കിട്ടുന്നു. ഇവിടെ എങ്ങനെ കിട്ടി? ഇപ്പൊ 4.60 നമുക്ക് കിട്ടിയത്. നമുക്കത് 4.60 ഇതിനകത്ത് ഇല്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? 4.60 എന്ന് പറയുന്നത് എന്തോ ആണ്? 5 മണിയാണ് അല്ലേ? 4 മണിക്കൂറും 60 മിനിറ്റ് എന്ന് പറയുന്നത് 1 മണിക്കൂറാണ്. അതുകൊണ്ട് നമുക്ക് 4 1 5, 5 മണി നമുക്ക് ഉത്തരമായിട്ട് കിട്ടുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. അടുത്ത ചോദ്യം എന്ത് ചെയ്യും? ക്ലോക്കിലെ സമയം, ഒരു ക്ലോക്കിലെ കണ്ണാടിയിലെ പ്രതിബിംബം 4:10 ആണ്. കണ്ണാടിയിലെ പ്രതിബിംബം എത്ര? 4:10 ആണ്. കണ്ണാടിയിലെ പ്രതിബിംബം തന്നിരിക്കുന്നു. എന്നാൽ യഥാർത്ഥ സമയം സെയിം ചോദ്യം തന്നെയാണ്, പ്രതിബിംബത്തിന്റെ കണക്കാണ്. നമുക്ക് 4:10 എന്ന് പറയുമ്പോൾ എന്താണ്? 11നേക്കാൾ കുറവായത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? 11നേക്കാൾ കുറവായത് കൊണ്ട് നമ്മൾ എത്രയിൽ കുറയ്ക്കാം? 11.60 നിന്ന് എന്ത് കുറയ്ക്കണം? 4 10 04.10 കുറച്ച് എഴുതുന്നു. ഓക്കെ, 0ന്ന് 0 പോയാൽ 0, 6ന്ന് 1 പോയാൽ 5, പിന്നെ അതേപോലെ എന്ത് ചെയ്യുന്നു? എന്ത് ചെയ്യും? 4 ഇവിടെ എന്ത് കിടക്കുന്നു? 4 ഉണ്ട്. ഇവിടെ 11ന്ന് 4 പോയി കഴിഞ്ഞാൽ എത്ര കിട്ടുന്നു? 11ന്ന് 4 പോയി കഴിഞ്ഞാൽ നമുക്ക് 7 കിട്ടുന്നു. 7. ഓക്കെ, 7 കിട്ടുന്നു. നമുക്ക് ഉത്തരം എത്ര കിട്ടുന്നു? ഇവിടെ 7:50 കിട്ടുന്നു. 7:50. ഓക്കെ, 7:50 കിട്ടുന്നു. അവിടെ ഏത് ഓപ്ഷൻ? എ ഓപ്ഷൻ ആയിട്ടുള്ള 7:50 നമുക്ക് അവിടെ ഉത്തരമായിട്ട് കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. എന്തേ? സമയം 3 മണിയെങ്കിൽ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ക്ലോക്കുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ഒരു ടൈപ്പ് ചോദ്യം എന്ന് പറയുന്നത് കോണളവുകൾ കണ്ടെത്തുക. അതാണ് ചോദ്യം വരുന്നത്. അപ്പൊ കോണളവ് കണ്ടെത്താൻ വേണ്ടി ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് പെട്ടെന്നുള്ള എളുപ്പ വഴിയിൽ പഠിക്കാം. എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സാധാരണ ഒരു ക്ലോക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ക്ലോക്ക് അതൊരു ക്ലോക്ക് ആണെന്ന് വെച്ചിരിക്കുക. എന്ത് ചെയ്യുന്നുണ്ട്? ഇതില് 12 മണി, ഇവിടെ 12 ആണ്. പിന്നെ ഇത് എത്ര മണി? 6 ആണ്. ഇവിടെ എത്ര? 3 ആണ്. ഇവിടെ എത്ര? എന്ത് ചെയ്യുന്നൂടെ? 9 ആണ്. ഇതിന്റെ ഇടയിൽ എന്ത് ചെയ്യുന്നൂടെ? 12 കഴിഞ്ഞാൽ 1 ഉണ്ട്, 2 ഉണ്ട്, എന്ത് ചെയ്യും? പിന്നെ 3. ഇവിടെ എത്ര ഉണ്ട്? 4 ഉണ്ട്, 5 ഉണ്ട്. ഇവിടെ എത്ര ഉണ്ട്? 7 ഉണ്ട്, 8 ഉണ്ട്. ഇവിടെ എത്ര ഉണ്ട്? 10 ഉണ്ട്, 11 ഉണ്ട്. ഇങ്ങനെയല്ലേ ക്ലോക്കിന്റെ സമയം കിടക്കുന്നത്? കുട്ടികളെ, ഈ ഒരു എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ മണിക്കൂർ അല്ലെങ്കിൽ സമയത്തിന്റെ ഇടയിൽ വരുന്ന കോണളവ് എത്രയെന്ന് ചോദിച്ചാൽ എത്രയാണ്? 30 ഡിഗ്രിയാണ്. ഓരോ സമയത്തിന്റെ ഇടയിൽ വരുന്ന കോണളവ് 30 ഡിഗ്രിയാണ്. അപ്പൊ 3 മണി എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും സൂചി നിൽക്കുന്നത്? ഇത് ഇങ്ങനെയായിരിക്കും നിൽക്കുന്നത്. കണ്ട, ഇങ്ങനെയായിരിക്കും നിൽക്കുന്നത്. ഇതേപോലെയല്ലേ നിൽക്കുന്നത്? ഇങ്ങനെയായിരിക്കും നിൽക്കുന്നത്.
അപ്പൊ നമുക്ക് എത്ര ഡിജിറ്റ് ഉണ്ട്? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. അപ്പൊ 30 ചേർക്കുന്നു. 3 ഇൻറ്റു അല്ലെങ്കിൽ 30 ഇൻറ്റു 3 എത്ര? 90 ഡിഗ്രി കോണളവ്. നമുക്ക് എത്ര ഉത്തരമായിട്ടുള്ള ഏത് വരുന്നു? ബി ഓപ്ഷൻ ആയിട്ടുള്ള 90 ഡിഗ്രി അവിടെ വരുന്നു. അപ്പൊ ഓരോ ഡിജിറ്റിന്റെ ഇടയിൽ അല്ലെങ്കിൽ ഓരോ മണിക്കൂറിന്റെ ഇടയിൽ എത്ര വരുന്നു? 30 ഡിഗ്രിയാണ്. അങ്ങനെ വെച്ചിട്ട് നമുക്ക് ചിത്രം വരച്ച് എന്ത് ചെയ്യുക? 30 കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റും. എളുപ്പം നമുക്ക് തെറ്റിക്കാതെ എന്ത് ചെയ്യുന്നുള്ളൂ? സ്വാഭാവികമായിട്ട് നോർമലി നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റും. അടുത്ത ചോദ്യം നോക്കിയേ. സമയം 12:20 ആണെങ്കിൽ കോണളവ് എത്ര? ഇതേപോലെ നോക്കിയേ. 12:20 എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുക? ഒരു എന്ത് ചെയ്യുന്നൂടെ? ക്ലോക്ക് വരച്ചു. അതിൽ മുകളിൽ 12 എന്ത് ചെയ്യുന്നൂടെ? ഇവിടെ 6, ഇവിടെ എത്ര? ഇവിടെ 3, ഇവിടെ എത്ര? ഇവിടെ 9. ഇനി ഇവിടെ നോക്ക്. ഇവിടെ എത്ര ഉണ്ടേ? നമുക്ക് ഇവിടെയാണ് 12:20 അല്ലേ? ഈ 4 ഇവിടെ ആയിരിക്കും വരുന്നത്. 4, ഇവിടെ 5. 12:20 എന്ന് പറയുമ്പോൾ എങ്ങനെ നിൽക്കും സൂചി? അതാ ഇങ്ങനെ നിൽക്കും. കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ നിൽക്കും. 12:20 നോക്ക്. ഇതിന്റെ ഇടയിൽ എത്ര ഉണ്ട്? ഇവിടെ ഒരു ഡിജിറ്റ് ഉണ്ട്, ഇവിടെ ഒരു ഡിജിറ്റ് ഉണ്ട്. നമ്മൾ കോണളവ് 30, ഇവിടെയും 30, ഇവിടെയും 30, ഇവിടെയും 30. അപ്പൊ എത്ര 30 ഉണ്ട്? 4 30. 4 ഇൻറ്റു 30. 4 3 12. 120 ഡിഗ്രി എന്ന് കിട്ടി. ഇനി നോക്കിയാൽ ഇങ്ങോട്ടേക്ക് ഇത്രയും എത്തിയപ്പോഴത്തേക്ക് ഇവിടെ ചെറിയൊരു വ്യത്യാസം വന്നില്ലേ? ആ വ്യത്യാസം കൂടെ നമ്മൾ കണ്ടെത്തണം. അതെങ്ങനെ കണ്ടെത്താം? നമ്മൾ ഡിജിറ്റ് സംഖ്യകളാണ് വരുന്നതെങ്കിൽ, ഇതേപോലെയുള്ള പോയിന്റ് സംഖ്യകളാണ് കോണളവായിട്ട് വരുന്നത്. 12:20 എന്നോ എന്ത് ചെയ്യുന്നുണ്ട്? പിന്നെ അതേപോലെ തന്നെ 1:20 എന്നോ അല്ലെങ്കിൽ 10:20 എന്നോ ഇങ്ങനെയുള്ള എങ്ങനെയെങ്കിലും ഡിജിറ്റ് പോയിന്റ് കഴിഞ്ഞിട്ടുള്ള സംഖ്യകളാണ് വരുന്നതെങ്കിൽ ഇവിടെ കിടക്കുന്ന സംഖ്യയുടെ പോയിന്റ് കഴിഞ്ഞിട്ട് വരുന്ന സംഖ്യയുടെ പകുതി കുറയ്ക്കണം. ഏതിൽ നിന്ന് കുറയ്ക്കണം? നമുക്ക് കിട്ടിയ ടോട്ടൽ കോണളവിൽ നിന്ന് പകുതി കുറയ്ക്കണം. നമുക്ക് പോയിന്റ് കഴിഞ്ഞിട്ട് 2 0 20 കിടക്കുന്നത്. 20ന്റെ പകുതി എത്രയാണ് കുട്ടികളെ? 10. കുറയ്ക്കുക. ഇതിൽ നിന്ന് കുറച്ചെഴുതുക. അപ്പൊ നമുക്ക് എത്ര കിട്ടുന്നു? 10 കുറയ്ക്കുമ്പോൾ 110 എന്ന് കിട്ടുന്നു. ഇത് എന്തുകൊണ്ട് കുറഞ്ഞു എന്ന് വെച്ചാൽ ഇങ്ങോട്ടേക്ക് സൂചി ഇത്ര എത്തിയപ്പോഴത്തേക്കും ചെറിയൊരു വ്യത്യാസം ഇവിടെ വരും. ആ കുറവ് കണ്ടെത്താനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പോയിന്റ് കഴിഞ്ഞിട്ട് കിടക്കുന്ന സംഖ്യയുടെ പകുതി എന്ത് ചെയ്യുക? കിട്ടിയ ടോട്ടൽ കോണളവിൽ നിന്ന് എന്ത് ചെയ്യുക? കുറച്ചെഴുതുക. അപ്പൊ നമുക്ക് 110 എന്ന് കിട്ടും. 110 എവിടെ കിടക്കുന്നു? ഓപ്ഷൻ ബി 110 വരും. ഇപ്പൊ ക്ലോക്കിന്റെ കണക്കില് നമ്മൾ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നാമത്തെന്ന് പറയുന്നത് എന്ത് ചെയ്യും? പ്രതിബിംബത്തിന്റെ കണക്കുകളാണെങ്കിൽ 11ൽ കൂടുതലാണ് തന്നിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുക? 23.60 നിന്ന് തന്നിരിക്കുന്ന സമയം കുറച്ചെഴുതുക. ഇനി 11ൽ കുറവാണെങ്കിൽ എന്ത് ചെയ്യുക? 11.60 നിന്ന് തന്നിരിക്കുന്ന സമയം കുറച്ചെഴുതുമ്പം പ്രതിബിംബം കിട്ടും. ഇനി ക്ലോക്കിന്റെ കാര്യത്തിലാണെങ്കിലോ, ക്ലോക്കിന്റെ കോണളവ് കണ്ടെത്താൻ പറഞ്ഞാൽ ഓരോ ഡിജിറ്റുകൾക്കും ഇടയിൽ വരുന്ന കോണളവ് 30 ആണ്. അപ്പൊ ക്ലോക്കിന്റെ ചിത്രം വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? സാധാരണ ക്ലോക്കിന്റെ പൊസിഷൻ, ആ തന്നിരിക്കുന്ന സമയത്തിന്റെ പൊസിഷൻ വരയ്ക്കുക. ആ ടോട്ടൽ കോണളവ് കണ്ടെത്തി അങ്ങ് എഴുതുക. ഇനി പോയിന്റ് എന്ത് ചെയ്യുന്നു? സംഖ്യകളാണ് വരുന്നതെങ്കിൽ, ഇതേപോലെ സമയം പോയിന്റ് സംഖ്യകളിലാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? തന്നിരിക്കുന്ന എന്ത് ചെയ്യുന്നു? പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ആ ഡിജിറ്റിന്റെ പകുതി കുറച്ച് എഴുതുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? ചോദ്യങ്ങൾ പറഞ്ഞ കാര്യങ്ങള് ഇത്രയാണ് എന്ത് ചെയ്യുന്നൂടെ? നമ്മൾ ആ ഒരു ചോദ്യവും അല്ലെങ്കിൽ ആ ഒരു പ്രീവിയസ് ചോദ്യവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ.